ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനിയുമാണ് ഇഡി ഓഫീസിൽ ഹാജരായത്. ഹൈറിച്ചിലെ ഇഡി റെയ്ഡിന് പിന്നാലെ പ്രതികൾ ഒളിവിലായിരുന്നു. അഭിഭാഷകർക്കൊപ്പമാണ് ഇരുവരും ഹാജരാകാൻ എത്തിയത്. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, രാവിലെ 10 മണിക്ക് ഹാജരാകുമെന്ന അഭിഭാഷകർ മുഖേന ഈ പ്രതികൾ നേരത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പ്രതികൾ ഹാജരായിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. കെ.പി. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള കെ ഡി പ്രതാപനാണ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായത്. അഭിഭാഷകർക്കൊപ്പമാണ് കെ ഡി പ്രതാപൻ എത്തിയത്. അതേസമയം തന്നെ ഇയാളുടെ ഭാര്യയും കമ്പനിയുടെ സിഇഒയുമായിരുന്ന ശ്രീന പ്രതാപൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. നേരത്തെ ഇരുവരോടും ഹാജരാകാനായിട്ടായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. മാത്രമല്ല, ഈ കമ്പനികളുടെ ശാഖകളിലടക്കം റെയ്ഡ് നടന്നതിന് തൊട്ടു പിന്നാലെയാണ് കെ ഡി പ്രതാപനും ഇയാളുടെ ഭാര്യ ശ്രീന പ്രതാപനും ഒളിവിൽ പോയത്. പിന്നീട് ഇവർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ മുൻകൂർ ജാമ്യത്തിൽ വിശദമായ വാദം കേൾക്കുന്നതിനിടയിലാണ് കോടതി ഇവർക്ക് നിർദ്ദേശം നൽകിയത്. അതായത് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിച്ചു കൂടെ എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ കെ ഡി പ്രതാപനോടും ഭാര്യയോടും കോടതി ചോദിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകർ മുഖേന തന്നെ ഇവർ ഇന്ന് ഹാജരാകും എന്നുള്ളൊരു കാര്യം കോടതിയിൽ അറിയിച്ചിരുന്നു. നേരത്തെ ഇവരുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ 2 പ്രതികളും ഒളിവിൽ പോയത്. ഏകദേശം 3 ആഴ്ചയോളം ഒളിവിൽ നിന്നതിന് ശേഷമാണ് ഇന്ന് ഏതായാലും ചോദ്യം ചെയ്യലിന് വേണ്ടി ഈ കെ ഡി പ്രതാപൻ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. കെ.പി. അതായത് ഈ പ്രതികളിൽ ഒരാൾ മാത്രമായിരുന്നു ഹാജരായിരുന്നത്. മറ്റ് ഒരു പ്രതി എപ്പോൾ ഹാജരാകാം, അത് സംബന്ധിച്ച് ഈ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടോ? കെ.പി. ഏതായാലും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ ശ്രീന പ്രതാപനാണ് ഇനി ഇതിൽ ഹാജരാകേണ്ടിയിരുന്നത്. ഇതിൽ കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള 2 പേരാണ് കെ ഡി പ്രതാപനും ഒപ്പം തന്നെ ഇയാളുടെ ഭാര്യയും കമ്പനിയുടെ സിഇഒയുമായിട്ടുള്ള ശ്രീന പ്രതാപൻ. ഇരുവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. നേരത്തെ കോടതിയിൽ ഇവരുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത്, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തായിരുന്നു ഇവർ കോടതിയിൽ അഭിഭാഷകൻ മുഖേന ഇന്ന് ഹാജരാകും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് എത്തുന്ന സമയത്ത് കെ ഡി പ്രതാപൻ മാത്രമാണ് ഇഡിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളിൽ ഒരാൾ ഇഡിക്ക് മുന്നിൽ ഹാജരായി കഴിഞ്ഞു. ഉടമകളിൽ ഒരാളായ കെ ഡി പ്രതാപനാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. ഭാര്യ ശ്രീന ഇന്ന് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഹാജരായിട്ടില്ല. വിശദാംശങ്ങളാണ് കിരൺ കുമാർ നൽകിയത്.